You are the last person I ever want to love like this. And I promise you that I will hold on to us until my hands are buried by the... Those days of warm rains come rushing back to me. Miles of windless summer night air. Secret moments shared in the heat of the afternoon. Out of the stillness, soft spoken. Married ആവുന്നത് like സന്തോഷമുണ്ട്. I'm excited today. I love you always, forever, near and far. I will do for you. I love you always, forever, near and far. Closer together, everywhere. I will be with you. Everything I will do for you. You've got the most unbelievable blue eyes I've ever seen. You've got me almost melting away as we lay there under a blue sky with pure white stars. Exotic sweet. The soft color, please rise and join me in welcoming the stars of today's celebration, the newlyweds, the beautiful Annie, and a wonderful partner, Moses. I will be with you, everything I will do for you. I love you always, forever, near and far. Closer together, everywhere. I will be with you, everything I will do for you. Say you'll love me forever, never stop, never, whatever, near and far, and always and everywhere and every. Say you'll love me forever, never stop, never, whatever, near and far, and always and everywhere and every. I love you always, forever, near and far. Closer together, everywhere. I will be with you, everything I will do for you. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന.
ചെറുതായിട്ട് മധുരവെപ്പ് പരിപാടിയിലേക്ക് പോവാം. അപ്പൊ കുടുംബക്കാരെല്ലാവരും അകത്തോക്കിട്ട് കേറിയിട്ടേ. അപ്പൊ നമ്മുടെ എല്ലാ അംഗങ്ങളും വന്ന സ്ഥിതിക്ക് പെണ്ണിന് കൊടുക്കാനുള്ള മധുരം പോരട്ടെ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മധുരവിടെ വിളിയലിയോ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാനടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാനടാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. തനിതരികിടയല്ല ഒരു മണകുണയല്ല പുലിയവനൊരു പുല്ല മുരുകനട. ഇവളൊരു മണിമുല്ല പുതിയൊരു മഴവില്ല നിറമെഴുതിയ ചില്ല പെണ്ണൊരുക്കി. പന്തലാകെ നെയ്യും ചന്തമല്ലേ ചങ്കുപോലെ ചങ്കും കൂടെയില്ലേ. അവരും അവളും അവരും ഇവരും അവിടെ ഇവിടെ ചിതറി ചിതറി ചിരിതം മതിയാം പന്തളിയോ. പടകാളി ചണ്ടി ചങ്കിരി പോക്കിരി നമ്മുടെ പാട്ട് പറ പാട്ട് മാറിപ്പോയാ നമ്മുടെ പെണ്ണിനെ നമ്മുടെ ചെക്കന്റെ പെണ്ണിനെ ചക്കന് പെണ്ണിനെ ചക്കന് നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാനടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാനടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാനടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാനടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാനടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാനടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. പൊന്നും മിന്നും ചേലോടെ ചാർത്തി നീ പോരൂലേ നീ പോരൂലേ. കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം. നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവിന് കല്യാണം. ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം. നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവിന് കല്യാണം. आँखों में डूब जाने को हम बेकरार बैठे हैं.
पल सब लुटाने को उस पे ही यार बैठे हैं, उस पे ही यार बैठे हैं। बरसों से एक चेहरा दिल में रहता है जो याद, शायद कहीं उसको है हमारा इंतजार। हाय रे हाय क्या कहे जब देखे वो भर के आंखों में प्यार। दीवानी है देखो बेकरार वो, हो संभालो संभालो ना प्यार हो। अपना बना के देखो दिल ना चुरा ले वो, ऐसा क्यों लगे है बोलो ना। झुम चिक चिक झुम तुम बोलो है वो कौन जो बार बार ये दिल खोता है देख के उसको। पहली बार देखा है ऐसा। Nothing we would change at all. A feeling that is deeper than the ocean, raging to the sound of us. The whisper of the wind calling us to something more. What if we set out upon the waters, sail till we lose sight of shore? The light and the wilderness, we were made for all of this. You alone my confidence. എല്ലാ നല്ല ദാനങ്ങളാലും ഞങ്ങളുടെ ജീവിതങ്ങളെ അലങ്കരിച്ചിരിക്കുന്ന ഞങ്ങളുടെ സൃഷ്ടാവും ജീവന്റെ ഉടയവനും പരിപാലകനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനായ പിതാവേ, ഏറെ സന്തോഷത്തോടുകൂടെ അങ്ങയുടെ തിരുപാദപീഠത്തിൽ നിന്ന് നിൽക്കുവാൻ തക്കവിധം ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. യേശുദാസ് വിജിക ദമ്പതികൾക്ക് ദൈവമായ കർത്താവ് 2 മക്കളെ നൽകി. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നന്നായി പഠിപ്പിക്കാനും നല്ല ദൈവഭക്തിയിലും സ്വഭാവശുദ്ധിയിലും വളർത്തുവാനും ദൈവം സഹായിച്ചു. വിവാഹപ്രായമായപ്പോൾ കർത്താവായ ദൈവമേ, ഇപ്പോൾ ആനിയുടെ വിവാഹം നിശ്ചയിക്കുന്നതിനും ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയത്തിൽ വെച്ച് അവിടുത്തെ ശുശ്രൂഷകരുടെ അനുഗ്രഹങ്ങളോടുകൂടെ ആശീർവാദത്തോടുകൂടെ ദൈവകൃപയാൽ അങ്ങയുടെ മക്കൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു.
ഇതിനോടകം നടന്ന എല്ലാ ഒരുക്കങ്ങളെയും ദൈവം ആശീർവദിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങയുടെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. ദൈവഭവനത്തിലേക്ക് ഞങ്ങൾ വന്നു ചേരുവോളം കർത്താവ് കാത്തുകൊള്ളണം. യാത്രയിലുടനീളം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ദൈവാലയത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷയിലൂടെ അങ്ങയുടെ മക്കളെ പ്രാർത്ഥനയോടുകൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോസസിനെയും ആനിയെയും ദൈവകരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരുവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ ഇടയാക്കണം. മറ്റെല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും ദൈവം മുമ്പിൽ വിനയപ്പെടുവാനും കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്ന് വിവാഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കണം. ഒരു കുറവുമില്ലാതെ, ഒരു പോരായ്മയും ഇല്ലാതെ എല്ലാം ഏറ്റവും മംഗളമായി കർത്താവ് ചെയ്യണം. പ്രത്യേകിച്ച് കാനാവിലെ കല്യാണ വീട്ടിലെ കുറവുകളെ പരിഹരിച്ച് എല്ലാം നിറവാക്കിയ യേശുവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ദൈവാലയത്തിലും നാളിലും ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടങ്ങളിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ അത് കൃത്യതയോടും ഭംഗിയായും ചെയ്യുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ആനിയുടെ മാതാവിനെയും പിതാവിനെയും കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ജീവിതത്തിലേറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവുകൊണ്ട് നിറയ്ക്കുകയും അവർക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്കയൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശുദാസൻ സാറിൻ്റെ സഹോദരങ്ങൾക്കായി പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ബ്ലസ്സിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. എല്ലാവരെയും കരങ്ങളിലേക്ക് മിശിക മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരോട് കൂടെയും ആനിയോട് ഇന്നപോലെ ആരംഭിക്കുന്നവരുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹമായ ആശീർവാദമായിരിക്കുന്നതാണ്. മലരും തോൽക്കും മുഖമേ, മിഴികൾ ചിമ്മും ശിലയേ, പകലിൽ തൂകും നിലവേ, കവിയും പാടാ കവിതേ. അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ, കണ്ടാലും കണ്ടാലും കൊതി തീരാ നൊമ്പരമെന്താവോ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ, പൂമ്പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. We stand and lift up our hands, for the joy of the Lord is our strength. We bow down and worship Him now. How great, how awesome is He, and together we sing. Holy is the Lord God Almighty. The earth is filled with His glory. Holy is the Lord God Almighty. The earth is filled with His glory. The earth is filled with His glory. We stand and lift up our hands, for the joy of the Lord is our strength. We bow down and worship Him now. സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1 മണിക്കൂർ നേരം ദൈർഘ്യം വരുന്ന ശുശ്രൂഷയായിരിക്കും. ഏവരും പ്രാർത്ഥനാപൂർവം നിങ്ങളിതിൽ പങ്കുകൊള്ളണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള സ്ഥലത്ത് നിന്ന് ശുശ്രൂഷയ്ക്ക് തടസ്സം വരാത്ത രീതിയിൽ നിങ്ങളുടെ ദൗത്യം നിർവഹിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു.
തങ്കരാജന്റെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. எல்லாரும் எழுதிட்டு இருக்காங்க. பிரார்த்தனை செய்வோம். குடும்பங்களை தலைவராயிருந்து அனைத்து மக்களையும் ஆசீர்வதிக்க வேண்டிய தெய்வமே, ஆசீர்வாதமான இந்த விவாக ஆராதனைக்காக ஆண்டவருக்கு நாங்கள் நன்றி சொல்கிறோம். ஏதே தோட்டத்தில் ஆதாமுக்கு ஏற்ற துணையாக ஏவாளை கொடுத்து குடும்பங்களை உருவாக்கி மேன்மைப்படுத்தியவரே, இந்த பரிசுத்த ஆராதனையில் மோசஸையும் ஆனி ஸ்மிதாவையும் குடும்பமாக இணைக்க சித்தமாயிருக்கிறேன். தம்முடைய பிள்ளைகள் உங்களுடைய திரு சன்னிதானத்தில் கொடுக்க போகும் வாக்குறுதிகளை வாழ்நாள் முழுவதும் கடைபிடித்து கர்த்தருக்கு பயப்படுகிற குடும்பமாய் வாழ்ந்து சிறக்க தேவரீர் அனுகிரகம் செய்வீராக. ஒரு ஈசாக்கு ரேபெக்காள் குடும்பத்தை போல அவர்கள் வாழ்ந்திருக்க ஆண்டவர் கிருபை தாரும். 2 இலக்குடைய மாதா பிதாக்கள், உடன் பிறந்த சகோதர சகோதரிகள், குடும்பத்தின் மக்கள், உறவினர்கள் அனைவரை நீர் ஆசீர்வதியும். அச்சன்மாருடைய பிரசனத்தோடும் இந்த ஆராதனையின் மூலம் தேவனுடைய ஆசீர்வாதம் இந்த மணமக்களுக்கு நிறைவாய் கிடைக்க ஆண்டவர் அருள் தாரும். கானா ஒரு கல்யாண வீட்டிலே பிரசனமாயிருந்தவரே, இந்த திருமண ஆராதனையில் பிரசனமாகி மணமக்களை இங்கு கூடி வந்திருக்கிற அனைவரையும் ஆசீர்வதியும். மீட்பர் இயேசு கிறிஸ்து மூலம் ஜெபம் கேளும் நல்ல பிதாவே, ஆமென். நாம் இருக்கும்போதே நாம் பார்ட்டிசிபேட்களோட പ്രിയമുള്ളവരെ, മോസസ്, ആനി, സ്മിത എന്നിവരെ വിവാഹത്തിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. വിവാഹം ദൈവം നിയമിച്ച ഒരു ജീവിത അവസ്ഥയാണ്. ഇത് പരിപാലനമായി കരുതേണ്ടതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേൾക്കും.
സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദൈവമായി തീരും. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടു എന്ന് ഗൗരവപൂർവ്വം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും പരസ്പരം ഉണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതി സഹജമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട നേരായ മാർഗത്തിലൂടെ സാഫല്യം നേടേണ്ടതിന് ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിന് വിവാഹത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കപ്പെട്ട് മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ പ്രിയനെ, വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടാൻ മോസസ്, ആനീസ് എന്നിവർ ഇവിടെ വന്നിരിക്കുന്നു. ആയതിനാൽ സഭയുടെ വ്യവസ്ഥകളിലും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസൃതമായി ഇവർ വിവാഹം ചെയ്തുകൂടാ എന്നതിന് തക്ക കാരണം കാണിക്കുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. മോസസ്, ആനീസ്, നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ട് എന്ന് നിങ്ങൾ ഇരുവരിലും ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അത് ഇപ്പോൾ പറയണമെന്ന് ദൈവം മുൻപാകെ ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. ഇന്നിമംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ എന്ന രണ്ടാമത്തെ ഗീതം ഇരിക്കുമ്പോൾ തന്നെ കാണുക.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അങ്ങയുടെ ദിവ്യ വിചാരണയാൽ ഈ ദാസരെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. ഇവർ ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങയുടെ ദൃഷ്ടിയിൽ എന്നപോലെ പ്രവേശിക്കാനും ഞങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകൾ സത്യമായി പാലിക്കാനും അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മോസസ്, അനിസ്മിത എന്ന ഈ സ്ത്രീയെ നീ നിന്റെ ഭാര്യയായി കൈക്കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? നീ അവളെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭർത്താവായിരിക്കുമോ? അനിസ്മിത, മോസസ് എന്ന ഈ പുരുഷനെ നീ നിന്റെ ഭർത്താവായി കൈക്കൊണ്ട് അവനോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവരെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭാര്യയായിരിക്കുമോ? പുരുഷനെ വിവാഹം ചെയ്യാൻ ഈ സ്ത്രീയെ കൊടുക്കുന്നതാരും മോസസ് ആകുന്നതിനാൽ ആകുന്നതിനെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിലെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിപാലിക്കാനും എൻ്റെ ഭാര്യയായി ഏറ്റുള്ളൂ. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. അനിസ്മിത ആകുന്ന ഞാൻ, മോസസ് ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിപാലിക്കാനും എൻ്റെ ഭർത്താവായി ഏറ്റുള്ളൂ. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികൾ. താലിയെ വാഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ താലിയെ അവിടുന്ന് വാഴ്ത്തണമേ. ഇത് കൊടുക്കുന്ന അങ്ങയുടെ മകനും ധരിക്കുന്ന അങ്ങയുടെ മകളും അന്യോന്യം വിശ്വസ്തതയിൽ വസിക്കേണ്ടതിനും
അവരുടെ ജീവകാലമൊക്കെ അറ്റുപോകാത്ത സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. അറ്റുപോകാത്ത സ്നേഹത്തിന്റെ അടയാളമായി ഈ താലി ഞാൻ നിങ്ങൾക്ക് നൽകും. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കും. എന്റെ ഏകലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കും. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെ അടയാളമായി ഈ താലി ഞാൻ സ്വീകരിക്കും. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കും. എൻ്റെ ഏകലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സഭ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ആനീസ്മിതയും തമ്മിൽ ദൈവത്തിന്റെ സന്നിധിയിലും ഈ സഭായോഗത്തിന്റെ മുൻപാകെ പരസ്പരം ഉടമ്പടി ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചു ഇവർ ഇപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നു എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും ഒരു നാളും വേർതിരിക്കരുത്. സഭയ്ക്ക് ഇരിക്കും. ചില നിമിഷങ്ങളിൽ മൗന പ്രാർത്ഥന ചെയ്ത് കുടുംബ ജീവിതത്തിന്റെ ധന്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ ഈ പ്രിയമക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. അവർ ചെയ്ത ഉടമ്പടിക്ക് അനുസരണമായി നിത്യമായ വിശ്വസ്തതയും ഒരു നാളും അറ്റുപോകാത്ത സ്നേഹവുമുള്ളവരായി ആയുഷ്കാലം മുഴുവനും ഒരുമിച്ച് പാർക്കേണ്ടതിന് കുടുംബങ്ങളുടെ നാഥനായ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടുപേരെയും ഇതുവരെയും വളർത്തി പരിപാലിച്ച അവരുടെ മാതാപിതാക്കൾ, സ്നേഹിച്ച സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, പ്രോത്സാഹിപ്പിച്ച നല്ല കൂട്ടുകാർ, പഠിപ്പിച്ച അധ്യാപകർ, ആത്മീയ പരിപോഷണം നൽകിയ തിരുസഭകൾ, എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം കരയ്ക്കാം.
ഒരു ക്രിസ്തീയ കുടുംബം എന്ന നിലയിൽ അവരുടെ ജീവിതം രണ്ട് കുടുംബങ്ങൾക്കും ധന്യത കൈവരുന്നതും കുടുംബങ്ങളോടും ദേശത്തോടും തിരുസഭയോടുമുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതുമായിരിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവം ദിനംതോറും അവരെ പ്രാപ്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയമക്കളെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഓ പെർഫെക്റ്റ് ലവ് എന്ന പ്രാർത്ഥനാ ഗാനം കൊയറോട് ചേർന്ന് നമുക്കും ആലപിക്കാം. പ്രാർത്ഥന തുടരുന്നു. മഹാകരുണയും കൃപയുമുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന മോസസ് ആൻഡ് സ്മിത എന്ന ഈ ദാസന്റെ മേൽ അങ്ങയുടെ അനുഗ്രഹം അയക്കണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളും നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. വായിച്ച് കേൾക്കാം. തുടർന്ന്
ബഹുമാനനായ അജയച്ചൻ നമുക്ക് സന്ദേശം. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേൾപ്പിൻ. 1 Corinthians 13 തുടങ്ങിയുള്ള വാക്യം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതി സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടിരുന്നത് പോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ സ്നേഹം നിങ്ങളുടെ കുടുംബജീവിതത്തിന് അടിസ്ഥാനമായി തീരുകയും അതിനാൽ ദൈവം സമൃദ്ധിയായ നന്മകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ സ്നേഹമുള്ള അച്ഛന്മാർ, വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന മോസസ് ആനി, മോസസിന്റെയും ആനിയുടെയും കുടുംബ അംഗങ്ങൾ വളരെ മനോഹരമായ ഗാനങ്ങൾ ആരംഭിച്ച് ഈ ആരാധനയ്ക്ക് തന്നു വരുന്ന മെറ്റീരിയൽ മെമ്മോറിയൽ CSCയുടെ പ്രകടനങ്ങൾ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ ശുശ്രൂഷയെ ധന്യമാക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വലിയവരായ ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. മോസസ് ആനി, നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം ഏറ്റവും ധന്യമായിട്ട് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവങ്ങൾക്ക് കാലാകാലങ്ങളിൽ നൽകട്ടെ. നിങ്ങൾ പങ്കെടുത്ത ആരാധനകളും നിങ്ങൾ കേട്ട വചനങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്തായി തീരട്ടെ. ഞങ്ങളെല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ഭാവങ്ങളും നിങ്ങൾക്ക് നേരുകയും ചെയ്യും. മെറ്റീരിയൽ മെമ്മോറിയൽ CSCയുടെ 2 വർഷക്കാലം ശുശ്രൂഷ അർപ്പിച്ച ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട അനിൽകുമാർ സാറിന്റെ കുടുംബവുമായി വളരെ അടുത്തൊരു ബന്ധം ഉണ്ട്. അനിൽകുമാർ സാറും ജയ ടീച്ചർ അധ്യാപന രംഗത്ത് അനുഗ്രഹീതമായ സേവനം നിറവേറ്റി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയോടെ നിറവേറ്റിയ 2 വ്യക്തിത്വങ്ങളാണ്. ആ കുടുംബത്തിലെ 2 മക്കളാണ് മോസസും മോനും. മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരു കുടുംബം, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ വളർന്ന മോസസ് വളരെ അച്ചടക്കത്തോടും വിനയത്തോടും മാതൃകയോടും ജീവിച്ച മകൻ. തീർച്ചയായും നിങ്ങളുടെ ഒരുമിച്ചുള്ള കുടുംബജീവിതം അത് അനുഗ്രഹമായി തീരും. ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. ദൈവരാജ്യത്തിന്റെ ഒരു ചെറിയ മാതൃക ഈ ഭൂമിയിൽ നിർമ്മിക്കുന്നതിന്
ഒരു പുരുഷനെയും ഒരു യുവതിയെയും ദൈവത്താൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്നതാണ് കുടുംബം. ദൈവരാജ്യത്തിന്റെ ഒരു ചെറിയ മാതൃക ഈ ഭൂമിയിൽ നിർമ്മിക്കാനായി ദൈവം നിങ്ങളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. രണ്ടാമത് നിർവചനം ശരീരം, മനസ്സ്, ഹൃദയം ഇത് പങ്കുവയ്ക്കുന്ന ദാമ്പത്യ ബന്ധത്തോളം ഗാഠമായ മറ്റൊരു ബന്ധം ഈ ഭൂമിയില്ല. അത്രത്തോളം ഗാഠമായ ഒരു ബന്ധത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടാനായി കഴിയണം. രണ്ട് ദൃഷ്ടാന്തങ്ങൾ ആമുഖമായി ഞാൻ നിങ്ങളോട് ഒന്ന് പറയുകയാണ്. ഒരു വീട് കത്തി വരുന്ന ഭയാനകമായ ദൃശ്യം. കുടുംബത്തിലെല്ലാവരും ഓടി പുറത്തിറങ്ങി. ഒരു ന്യൂസ് റിപ്പോർട്ടറോ അദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ഗൃഹനാഥനോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബം പെട്ടെന്ന് തകർന്നു പോയല്ലോ. അദ്ദേഹം ധൈര്യം വീണ്ടെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് മാത്രമാണ് നഷ്ടപ്പെട്ടത്, കുടുംബം നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ വീട് മാത്രമാണ് നഷ്ടപ്പെട്ടത്, കുടുംബം നഷ്ടപ്പെട്ടിട്ടില്ല. വീടെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ അദ്ദേഹം പറഞ്ഞു കുടുംബം നഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു ദൃഷ്ടാന്തം എൻ ടി വാസുദേവൻ നായരുടെ മൂടുപടം എന്നൊരു കഥയുണ്ട്. ആ കഥയിൽ ചില വരികൾ ഇങ്ങനെയാണ്. അച്ഛൻ അമ്മയെ വെറുക്കുന്നു, എന്റെ മോനെ നീ അമ്മയെ പോലെ ആകരുത് എന്ന് പറയുന്ന അച്ഛൻ, എന്റെ മോനെ നീ അച്ഛനെ പോലെ ആകരുത് എന്ന് പറയുന്ന അമ്മ. ആ വീട്ടിൽ ഒന്നിനൊരു കുറവില്ല, മനോഹരമായ വീടുള്ള ഒരു കുറവുമില്ല. പക്ഷെ കലഹം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം, കലഹം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം. മോസസും ആനിയും ഒരു കുടുംബത്തിലേക്ക്, ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ധൈര്യത്തോടെ പറയാനായി കഴിയണം. അതിന് രണ്ട് ഓർമ്മപ്പെടുത്തൽ. ഒന്ന്, വീട് എന്നതിൽ നിന്നും ഭവന അന്തരീക്ഷത്തിലേക്കുള്ള പ്രയാണമാണ് കുടുംബം. വീട് എന്നതിൽ നിന്നും ഭവന അന്തരീക്ഷത്തിലേക്കുള്ള പ്രയാണമാണ് കുടുംബം. സാധാരണ പക്ഷികളും വളർത്തുമൃഗങ്ങളും പാർക്കുന്നിടത്തെ കൂട് എന്ന് പറയും. മനുഷ്യൻ പാർക്കുന്നിടത്തെ വീട് എന്ന് പറയും. എന്നാൽ ഭവനം എന്നത് മനുഷ്യനും ദൈവവും ഒരുമിച്ച് പാർക്കുന്ന ഇടം. മനുഷ്യനും ദൈവവും ഒരുമിച്ച് പാർക്കുന്ന ഇടമാണ് ഭവനം. അവിടെ ആരാധനയുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, ഒരുമിച്ചുള്ള ഭക്ഷണ കൂട്ടായ്മയുണ്ട്, ഒരുമിച്ചുള്ള പ്രാർത്ഥനയുണ്ട്, ഒരുമിച്ചുള്ള ആരാധനയുണ്ട്, ഒരുമിച്ചുള്ള ഭക്ഷണ കൂട്ടായ്മയുണ്ട്. വീട് എന്നതിൽ നിന്നും ഭവന അന്തരീക്ഷത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് കുടുംബം. മാത്രമല്ല, അവിടെ സ്നേഹം എന്ന പദത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് വെളിപ്പെടും. ആ ഭവന അന്തരീക്ഷത്തിൽ സ്നേഹം എന്ന പദത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് വെളിപ്പെടും. എന്താണ് സ്നേഹം? പറയാത്തത് അറിയാനുള്ള കഴിവാണ് സ്നേഹം. മോസസ് പറയാതെ മോസസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ആനിയുടെ കഴിവ് സ്നേഹമാണ്. ആനി പറയാതെ ആനിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള മോസസിന്റെ കഴിവ് സ്നേഹമാണ്. സ്നേഹത്തിന്റെ വചനങ്ങൾ വായിച്ചു കേട്ടു. സ്നേഹം എന്ന പദത്തിന്റെ അർത്ഥം പൂർണ്ണമായി അവിടെ വെളിപ്പെടും. രണ്ട്, വീട് എന്നതിൽ നിന്നും ഗൃഹ അന്തരീക്ഷത്തിലേക്കുള്ള പ്രയാണമാണ് കുടുംബം. വീട് എന്നതിൽ നിന്നും ഗൃഹ അന്തരീക്ഷത്തിലേക്കുള്ള പ്രയാണമാണ് കുടുംബം. എന്താണ് ഗൃഹം? ഗ്രഹിക്കുന്ന ഇടം, മനസ്സിലാക്കുന്ന ഇടം. അബ്രഹാം സാറയെ പരിഗ്രഹിച്ചു, സാറയെ മനസ്സിലാക്കി, സാറയെ അറിഞ്ഞു എന്നാണ് അർത്ഥം. കാരാഗൃഹത്തിലൊരു ഗൃഹമുണ്ട്. അവിടെ പരസ്പരം മനസ്സിലാക്കില്ല, പരസ്പരം അറിയുന്ന അനുഭവമില്ല. ഗൃഹം എന്നത് പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം അറിയുന്ന ഇടം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കുറവുകളൊക്കെ നിറവുകളായിട്ട് മാറും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കുറവുകളൊക്കെ നിറവുകളായി മാറും. അത്തരത്തിൽ
നിങ്ങളുടെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. വീട് എന്നതിൽ നിന്നും ഭവന അന്തരീക്ഷത്തിലേക്കുള്ള ഒരു പ്രയാണം, വീട് എന്നതിൽ നിന്നും ഗൃഹ അന്തരീക്ഷത്തിലേക്കുള്ള ഒരു പ്രയാണം. അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സന്ദേശം നൽകിയ അച്ഛനോടുള്ള ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ നവദമ്പതികളും സാക്ഷികളും വിവാഹാകാരത്തിൽ ഒപ്പുവയ്ക്കും. വയറിൻ്റെ മംഗളകാരം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ഉച്ചരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസരെയും ദാസിയെയും രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, അവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനമായ പിതാവേ, അങ്ങ് മനുഷ്യവർഗത്തിന്റെ വിഭാഗത്തിന്റെ വിശുദ്ധ അവസ്ഥ നിയമിച്ചു കൊടുക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നവല്ലോ. ഭർത്താവും ഭാര്യയുമായി ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ ദാസരായ മോസസിന്റെയും ആനീസ്മിതയുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം പകരണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമന്നുകൊണ്ടും അന്യോന്യം സന്തോഷം പങ്കിട്ടുകൊണ്ടും ഒരുമിച്ച് തങ്ങളുടെ കുടുംബത്തിന്റെ കടമകൾ നിർവഹിച്ചുകൊണ്ട് സ്നേഹത്തിലും തിരുവചനത്തിന് അനുസൃതമായി ജീവപര്യന്തം പരസ്പരം വിശ്വസ്തരായിരിക്കാൻ അങ്ങ് ഇവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരു ഭൗമിക ഫലത്തിലെ ജീവിതത്തിൽ പങ്കാളിയായ അങ്ങയുടെ ദാസത്തെ ഭവനത്തിൽ നിന്ന് കർത്താവും രാജാവുമായി വാഴണമേ. അങ്ങ് മനുഷ്യരെ ശുശ്രൂഷിച്ചതുപോലെ ഇവരും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ തരം നൽകണമേ. കഷ്ടപ്പാടും വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും അങ്ങയുടെ രക്ഷണീയ സ്നേഹത്തെ സാക്ഷിപ്പാൻ അങ്ങ് അവർക്ക് നൽകണമേ. അങ്ങയുടെ വിശുദ്ധനാമത്തിന്റെ പുകഴ്ചയ്ക്കായി ഇത് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ട് നാഗപിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം ജീവിച്ചു വാഴുന്നവയോ. ആമേൻ. നിത്യനായ ദൈവമേ, കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുന്ന നാളുകൾ മോസസിന്റെയും ആനീസ്മിതയുടെയും നിലവിടുന്ന പറയണമേ. ഉത്തരവാദിത്വമുള്ള കുടുംബജീവിതം നയിക്കാൻ അവരെ സഹായിക്കണമേ. സന്താന സൗഭാഗ്യം നൽകി ഇവരെ ആശീർവദിക്കുകയും അങ്ങയെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ശുശ്രൂഷയിലും ഇവർ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഇന്ന് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച വിവാഹിതരായ എല്ലാവർക്കും അവരവരുടെ വിവാഹത്തിന്റെ ബന്ധത്തിൽ പുതുക്കുവാൻ ജ്ഞാനം നൽകണമേ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അന്യോന്യമുള്ള സ്നേഹത്തിൽ വളരാനും ദൈവരാജ്യത്തിന്റെ അടയാളമായി പരസ്പരം ശുശ്രൂഷിക്കുവാനുള്ള പകരണമേ. അവിടുത്തെ കൂട്ടായ്മയിൽ ഒന്നായി ചേർക്കപ്പെട്ട എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ വിവാഹം പ്രാപിച്ച് സമാധാനത്തിന്റെയും നീതിയുടെയും സാക്ഷികളായിരിക്കുവാൻ സഹായിക്കണമേ. അങ്ങനെ അവിടുത്തെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ
എല്ലാവർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങളുടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും ഞങ്ങളുടെ പ്രമാണങ്ങളുടെ വഴികളിലും ഞങ്ങളുടെ കൽപ്പനകൾക്ക് ചേർന്ന ആത്മീയങ്ങളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും വിശേഷാൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയമക്കളോടും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ വിവാഹാരാധന ഇവിടെ പൂർണ്ണമാകുന്നു. ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ അച്ഛന്മാരോടും ഗായക സംഘത്തോടും പ്രാർത്ഥനയോടുകൂടെ ഇതിൽ സഹകരിച്ച എല്ലാ കുടുംബാംഗങ്ങളോടുമുള്ള സഭയുടെ നന്ദി വിനയത്തോടെ രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള സർക്കാരാദികൾ വഴുതക്കാടുള്ള മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. 2 കുടുംബങ്ങൾക്കും വേണ്ടി എല്ലാവരെയും സർക്കാരാദികളിലേക്ക് ക്ഷണിക്കുന്നു. Father, I said till death do us part, I want to mean it with all of my heart. Help me to love you more than I love her, then I know I can love her more than anyone else. And bring her in your presence today. Make her what you want her to be. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her, and will bring you glory today. I pray. Father, I said till death do us part, I want to mean it with all of my heart. Help me to love you more than I love him, then I know I can love him more than anyone else. And bring him in your presence today. Make him what you want him to be. To introduce to you the man of the hour, the one who has captured the heart of the beautiful bride, Dr. Annie Smitha. So Moses is a man of great integrity, kindness and charm. He is someone who brings joy to those around him. And it's easy to see why he is such a beloved member of his family and community. Whether it's his dedication to his work, his generosity or his unfailing support for those he loves, Moses has proven time and again that he is a man with a heart of gold. Today he stands before us not only as a loving son to his parents, a dear friend and a dedicated partner, but as a husband, starting a new chapter in his life with the woman he loves, Dr. Annie Smitha. This is truly a momentous occasion, one that will be remembered for years to come. So, since I'm her sister, I'm so happy to take this position to introduce her. She's a radiant woman who captured the heart of our dear groom's heart, Moses Stedden. She's a woman of intelligence, compassion, grace and beauty, both inside and outside. Today we are not only here to witness her marriage to the love of her life,
but we are also here to celebrate the incredible woman she is. Someone who brings light into the lives of everyone, whoever she meets. Today, Dr. Annie Smita stands before us not only as a daughter, a sister, or as a friend, but as a newly wife too. Her full name is Annie Smita, Dr. Annie Smita D, and she is an undergraduate in MBBS, and she is currently working at Santana Hospital. നന്ദി കൊണ്ടെന്റെ ഉള്ള നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ നന്ദ്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവ നന്ദി കേയുള്ള മകൾ ശക്തി നീയേ. തിരുവചനം വായിക്കുന്നു. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണാം. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ സ്ഥാപകനും പരിപാലകനുമായിരിക്കുന്ന സർവ്വലഭനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, വ്യത്യസ്ത കുടുംബങ്ങളിലും സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട പ്രിയ മോസസ്, ആനി സ്മിത എന്നീ പ്രിയ മക്കൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട തിരുഹിത പ്രകാരം അവിടുത്തെ നിയോഗം ഇരുവരും ഒരുമിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാണ്ട ഭാഗ്യവും അനാദി തീരുമാനവും ഒക്കെ നിറവേറ്റപ്പെട്ട ഈ ദിനത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവ്, ഇന്ന് പരിശുദ്ധ ദൈവാലയത്തിൽ വെച്ച് പ്രിയപ്പെട്ടവരുടെ വിവാഹം നടത്തപ്പെടുകയും ആ വിവാഹത്തിൽ പ്രിയപ്പെട്ടവർ ഏറ്റുചൊല്ലിയ ഉടമ്പടികളും ഉഭയസമ്മതങ്ങളും ജീവിതാന്ത്യം വരെ പാലിക്കുന്നതിലൂടെ ആയുർദൈർഘ്യമുള്ള നല്ലൊരു ദാമ്പത്യ ജീവിതം ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ നിറയാത്ത, ഹൃദയം സന്തോഷിക്കുന്ന മാതാപിതാക്കൾ ഏറെ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബജീവിതം ദൈവം നൽകണമേ. ഇന്നു മുതൽ ആരംഭിക്കുന്ന ദാമ്പത്യ ജീവിതം പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം ഉൾക്കൊള്ളുകയും ഒരുമിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ സാക്ഷ്യമുള്ള ഒരു കുടുംബമായി മാതൃക ദമ്പതികളായി തന്നെ ജീവിപ്പട കൃപ കൊടുക്കണമേ. ഇരുവരുടെയും ഔദ്യോഗിക മേലെ ദൈവം അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. വരും ദിനങ്ങളിലൊക്കെ സന്താന സൗഭാഗ്യത്തോടെ എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളോടെ കർത്താവ് വഴി നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ഇരുമക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കൃപ, അവിടുത്തെ സമാധാനം, സുരക്ഷിതത്വം പ്രിയപ്പെട്ട ദമ്പതികളോടുകൂടി ഇരിക്കട്ടെ. ഇരുവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നാഥ പ്രകാരമുള്ള നന്മകളെ കണ്ട് മക്കളുടെ ജീവിതത്തിലെ സന്തോഷമുള്ള അനുഭവങ്ങളെ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ എല്ലാവരുടെ കുടുംബങ്ങളിലും ദൈവം സഹായിക്കണമേ. ഇന്ന് നടത്തപ്പെടുന്ന വിരുന്ന സർക്കാരികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്തോഷത്തിൽ വന്ന് പങ്കുചേർന്ന് ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാം ഭംഗിയായി നിറവേറ്റപ്പെടുവാൻ സഹായിച്ചാട്ടം. ഇപ്പോൾ നാഥ പ്രിയപ്പെട്ടവർ കേക്ക് മുറിച്ച് പുതിയ കുടുംബജീവിതത്തിലേക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ ഈ കേക്കിന്റെ മധുരം പോലെ തങ്ങളുടെ ജീവിതം
ഏറ്റവും മധുരമുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാന, സന്തോഷം നാം ഇവരോടും പുതിയ കുടുംബജീവിതത്തിലേക്ക് പദമൂന്നിയിരിക്കുന്ന മോസസ്, ഡോക്ടർ ആനി സ്മിത എന്നീ ദമ്പതികളോടും ഇന്നുമെന്നും സർവ്വദാ സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ. Let's all gather around as we invite our lovely couple, Dr. Annie Smitha and Moses, to the center. Today they will cut their wedding cake, making the start of their sweet journey as husband and wife. As they cut the cake together, it's a symbol of their unity, their shared future, and the sweetness that awaits them on this beautiful journey of love. Ladies and gentlemen, let's all give them a big round of applause as they make their way to the cake. I'm sure this moment will be as sweet as their love for each other. At the end of a long day, can't close my eyes. Watching you as the sun sets, as it slowly waves goodbye. It's times like these I thank the Lord for the life that we share. And every day I spend with you is another answered prayer. Answered prayer. When your heart touches mine. Who do not know me, my name is Ajit, and I have the honor of standing here today as the best man for Mr. Moses. They say, so ever since, I have known Moses for my entire life. Growing up together, we shared countless memories, from childhood adventures to more recent times. He has been a constant in my life. We were fellow students throughout our school education till 10th grade, so we were frequently in the same classes, but our academic trajectories couldn't have been more different. He was a star student always, in the top 5 in the class, and let's just say, preferred to explore other avenues of learning. And we shared many other aspects of our childhood. We traveled in the same school bus, lived in the same neighborhood, enjoyed countless hours playing computer games, especially our beloved Little Fighter 2, attended the same church, the same Sunday school, and the same Bible study groups. And we also frequently indulged in our shared love of food. Throughout the years, I have seen him, the kind of person he has evolved himself to be. These are some of the fun facts. He is a great musician and has written over 10 songs which were later tuned by himself. He plays piano, he is a guitarist, and moreover, he is a singer. And just for all of you to know, he is a preacher who can speak about the philosophies of life and God for more than 4 hours. So, and I must say, one thing that's always stood out about Moses is his love and faith in God. I have seen him go through all the aspects and all the stages of his life, but it wasn't until Dr. Annie Smitha came into his life that I saw him truly happy. They complement each other in the best possible ways. One day I asked Moses, what is the best quality that you have seen in Annie? And he replied, at every conversation, she gives a very beautiful smile. So, Mrs. Annie, no, now I should call you Mrs. Annie Moses. So, I know I speak for everyone here when I say, thank you for making my cousin so incredibly happy. Today isn't just about 2 people becoming one. It's about 2 families joined together. And as Moses and Annie start their life together, I know they will have each other's backs through thick and thin. Their love, respect and humor will carry them through
whatever comes their way. I also want to say a few words about my cousin. Moses, you have always been there for me, whether I needed advice or someone to share a laughter. You are the kind of person who's always there, and I know you'll be there for Annie as well. This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. Chance to discover. You give me reason through every season. Together we can do anything we believe in. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all, the world we face. You and me find a way. Oh, the wonder that awaits. Here we are, forever starts today. This horizon, oh, it's shining. It seems the daylight knows this is our time. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all, the world we face. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. Forever starts today. I love you, Lord. Oh, your mercy never fails me. And all my days I've been held in your hands. From the moment that I wake up until I lay my head, oh, I will sing of the goodness of God. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire, and in darkest night, you were close like no other. I've known you as a father, I've known you as a friend, and I have lived
in the goodness of God. Oh, all my life you have been faithful. All my life you have been so good. Every breath that I am ശേഷം ഞാൻ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു മിസ്സിന്റെ കല്യാണത്തിന് ലാസ്റ്റ് മിസ്സിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കുറേ ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, കുറേ എക്സാംസ് എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു ദിവസം ചേച്ചിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ഒരു ഫൈറ്റ് ഉണ്ടോ പക്ഷേ നമ്മുടെ ബോണ്ട് നല്ലതുകൊണ്ട് നല്ലവരുണ്ട്. അത് എന്താ പറയാ, എനിക്ക് തിരിച്ചുകൊണ്ട് നല്ലവരുണ്ട്. In the first time when I saw you in your wedding dress, seriously I was not able to accept the reality that you are getting married. Seriously, പക്ഷെ കഴിഞ്ഞ 1 month preparations എല്ലാത്തിനും ഈ sweet moments ഒക്കെ നടക്കുന്നത് എല്ലാം കൂടെ ഞാൻ accept മനസ്സിലാക്കുകയാണ്. And seriously, I'll miss you for sure. വിജയ് എപ്പോഴാണ് പഠിച്ചത് ആ ടൈമിൽ വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. അതിട്ട് ഈ കണ്ടിന്യൂ ആ ഒരു പഴയ ബോണ്ട് പക്ഷേ ഇവർക്ക് ഒരു പണ്ട് മാറി നിൽക്കണതല്ലേ. അതുകൊണ്ട് പണ്ടൊരു അക്സെപ്റ്റ് പോകാൻ പറ്റുമെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ ഒരിക്കലും അല്ല. ഐ വിൽ മിസ് യു ഫോർ ഷുവർ. I'm really sad that I should miss you, but I'm so happy because I got a brother. And കുറേ വർഷത്തിന്റെ ആഗ്രഹമായിരുന്നു എനിക്കൊരു ചേട്ടനെ കിട്ടുന്നുള്ളത്. എന്നെ മാത്രമല്ല എന്റെ വീട്ടുകാരുടെ ആഗ്രഹമായിരുന്നു. And I got a sweet brother. I'm so happy with that too. Anyways, no matter how grown I get, still എന്തൊരു ഷോപ്പിംഗ് ഡിസിഷൻസിലും ഞാനൊരു കോഡ് അങ്ങോട്ട് വരും. അത് ഉറപ്പാണ്. എന്നിട്ട് താൻ നാളെ ബിസിയാണെന്ന് പറഞ്ഞാലും still I disturb you. Sorry ചേട്ടാ for that. Life as a sibling is always a 50-50. എന്തുണ്ടെങ്കിലും എന്ത് സാധനം വാങ്ങിച്ചാലും പാതിയായിട്ടുള്ള പങ്കിട്ട് എടുത്തിരിക്കുമല്ലോ. അതൊക്കെ നമ്മൾ നോക്കാം ഏതാ വലുത്, അത് ഏതാ ചെറുത്, നിനക്ക് വലുത് കിട്ടിയോ നിനക്ക് ചെറുത് കിട്ടിയോ, അതിന്റെ പേസിന്റെ അടി എന്തായാലും ഉണ്ടാവും. കിട്ടാത്ത നന്നായിട്ടാണ്. ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പോലും മമ്മി വരുമ്പോൾ നമ്മൾ ഒരു ഫൈറ്റില്ല വി ആർ ഫ്രണ്ട്സ് ബിക്കോസ് അടി കിട്ടുകയാണെങ്കിൽ രണ്ടുപേർക്കും കിട്ടും. ഫുള്ള് റെക്കോർഡ് ചെയ്തോണേ എക്സ്പോഷർ കൂട്ടി നോക്ക്. എക്സ്പോഷർ കൂടും. ഓക്കെ ഉഷ്ണി ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി ഫുഡ് വാങ്ങുവാണെങ്കിൽ ഞാൻ ചേച്ചിക്ക് അതല്ലേ കിടക്കണേ. അതിന്റെ വീട്ടിൽ യോഗാസ് കമ്പോന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അറിയാം ഫുഡ് വാങ്ങിച്ചിട്ട് വന്നതാ ഫുഡ് കഴിക്കാനേ വിളിക്കുന്നതെന്നൊക്കെ. അത്രയ്ക്കും ആ ഒരു എന്താ പറയാ ഫുഡ് പുറത്തേക്ക് പോയി ഫുഡ് കഴിച്ചാലും ചേച്ചിക്ക് കൊടുക്കണം എന്ന രീതിയിൽ ആലോചിക്കാറുണ്ട്. ചേച്ചിയും അതുപോലെ സെയിം രീതിയിലാണ്. ടൈം ഇത്രയും വെച്ച് നിർത്തുന്നു. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏവരെ കാട്ടിലും ഈ കല്യാണം കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇപ്പൊ ഇവിടെ ഇല്ല. പക്ഷെ പുള്ളിക്കാരി സന്തോഷമായിട്ട് ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഹെവനിൽ നിന്ന് ഇതൊക്കെ കാണുന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. ആൻഡ് ഐ ഹാവ് എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. Can you yes. Oh my god. Please open it. അടുത്തേക്ക് തന്നെ ഇവിടെ നടന്ന എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും ഇത് എന്റെ ചേച്ചിയുടെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ ആണ്. സോ ഷുവർ അബൌട്ട് ദാറ്റ്. ലവ് യു ചേച്ചി. ഐ മിസ് യു ടു. ഞങ്ങളുടെ അമ്മമ്മയായിരുന്നു ഈ കല്യാണം ഏറ്റവും കൊണ്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ I'm sure that she heavenലിരുന്ന് എല്ലാം സന്തോഷമായിട്ട് കാണുന്നുണ്ടെന്ന്. സോ ഒരു വിഷമവും വേണ്ട. ബട്ട് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. I'm so happy with that. Love you ചേച്ചി.
ആരാണേ ആരാണേ എൻ ചാരേ ആരാരും കാണാതെ ആരാണേ മോഹങ്ങൾ നെഞ്ചേകുന്നാരാണേ മായാതെ രാവിനോരം ആരാണേ ചുവടിത്തിരി വേഗമോടെ അലയുന്നിതിലേ തിരമാലകളാകും നമ്മൾ ഏതോ മായാ തീരം തേടി മനമൊത്തിരി മോഹമോടെ പോകുന്നകലെ വേഗം പാറുവാൻ അതിലേറുവാൻ പോരൂ നീ तू मेरा कोई ना होके भी कुछ लागे तू मेरा कोई ना होके भी कुछ लागे किया रे जो भी तूने कैसे किया रे जिया को मेरे बांध ऐसे लिया रे समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे तू मेरा कोई ना होके भी कुछ लागे अपना बना ले पिया अपना बना ले पिया अपना बना ले मुझे अपना बना ले पिया अपना बना ले पिया अपना बना ले पिया दिल के नगर में शहर तू बसा ले पिया छूने से तेरे हाँ तेरे फिक्रों को रंग लगे तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे रहा ना मेरे काम का जग सारा हो बस तेरे नाम से ही गुजारा उलझ के यूं ना सुलझ न सकूं जुबानियाँ तेरी झूठी भी सच लागे तू मेरा कोई ना होके भी कुछ लागे बना ले पिया अपना बना ले पिया अपना बना ले मुझे अपना बना ले पिया இதயம் சொன்னால் கேட்காதா இவளை நெஞ்சம் ஏற்காதா இதயம் சொன்னால் கேட்காதா இவளை நெஞ்சம் ஏற்காதா நதியில் தாளம் சேர்கிறதா நொடியில் நாளும் பூக்கிறதா அடடடடா அலைப்படகா ஒரு உறவா இதயம் சொன்னால் கேட்காதா இவளை நெஞ்சம் ஏற்காதா இதயம் சொன்னால் கேட்காதா
அழுகை முடிந்த இடத்தில் இசையும் பிறக்கிறதா? உலகம் பிடிக்கத் தொடங்கியதா? உதடும் சிரிக்க பழகியதா? நாள் முழுதும் நீ எனவே ஆகிறதா? இதயம் சொன்னால் கேட்காதா? மழையே மறந்த மரத்தில் மலர்கள் மலர்கிறதா? அணைகள் உடைந்த பிறகே இதயம் கனிகிறதா? மதில்கள் தூளாய் போகிறதா? முகிழில் நீரும் கோர்க்கிறதா? நீ வரவே நீல் கனவே கலைகிறதா? சிந்தை நலமுறவல்தா திருச்செல்வியே என் தேசம் நீயடி, திசை காட்டிடும் சுட்டும் வரலும் நீயடி, வைதாலும் இசை நீயடி, அடித்தாலும் மலரின் கொடி, மகள் யாரும் இல்லாமல் வாழும் தந்தைக்கு உறவுகள் எல்லாம் மௌனமே. தாயே தாயே மகளன வந்தாய், தந்தை சிந்தை நலமுற வந்தாய். பொருள் இல்லையே, சிறு பொண்ணும் இல்லையே, பணம் காசிலே இந்த பாசம் இல்லையே. அன்பான மகள் வந்தார், அம்பானி நானாகிறேன். இந்த இன்ப மகாராஜ பெற்ற புது ரோஜ எலிசபெத் ராணியின் பேத்தியே. தாயே தாயே மகளன வந்தாய், தந்தை சிந்தை நலமுற